Meet the editors. ചോദ്യം ഇതാണ്, അപ്രതീക്ഷിത നീക്കം. നമുക്ക് അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചുരുക്കി നമുക്ക് നൽകാം. 2-3 ഇടവേളകൾ കൂടിയുണ്ട്. നമുക്കൊപ്പം പിയ സുനിൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്നും, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. ഞാൻ ആദ്യം ജിമ്മിയിലേക്ക് പോകുന്നു. ജിമ്മി, ഇതൊരു അപ്രതീക്ഷിത നീക്കമാണ്. നമ്മൾ ഈ വിഷയങ്ങൾ പലതവണ മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ ഇവർ മാത്രമേ ഉള്ളൂ, ദൈവതുല്യൻ അവിടെ ഇരിക്കുന്ന മറ്റൊരാളല്ലേ എന്ന് നമ്മൾ തന്നെ സംശയം പ്രകടിപ്പിച്ചു. പലതവണ ചർച്ചയിലെ പാനലിസ്റ്റുകൾ, ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള പേരാണ്. പക്ഷേ ഒരു തവണ പോലും കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ഒരൊറ്റ രാഷ്ട്രീയ പ്രകടനത്തിലും കേൾക്കാതിരുന്ന ഒരു ആരോപണമാണ്, ഒരു പേരാണ് ഈ തന്ത്രിയുടേത്. അദ്ദേഹത്തിനത് ഈ സംഭവം നടക്കുമ്പോൾ കണ്ഠരര് രാജീവർ അവിടെ പൂജ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഈ പേര് അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് പോകേണ്ട ആളായിരുന്നു. പക്ഷേ ഒരു പോലീസ് സംവിധാനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരിയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിത് വളരെ അപ്രതീക്ഷിതമാണ്. പക്ഷേ ഇതുകൊണ്ട് ഈ പോലീസ് സംവിധാനത്തിനുണ്ടായ ഗുണം, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സർക്കാരിനെയോ പ്രതിപക്ഷത്തെയോ ഏതെങ്കിലും സംവിധാനത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെ കീഴിലല്ല ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്, ഇത് കോടതിയുടെ കീഴിലാണ്. കോടതിക്കെതിരെ കേരളത്തിൽ ആര് പറയുന്നൊന്ന് കാണണം, ഒരാളും പറയാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പോറ്റിയായാലും തന്ത്രിയായാലും മന്ത്രിയായാലും എല്ലാവരും അറസ്റ്റിലാവട്ടെ അല്ലെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും നിലപാടുമായി വരുന്നത്, അത്രയും നല്ലത്. പക്ഷേ ഈ ഈ അറസ്റ്റ് നോട്ടീസിൽ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്, ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്. കാരണം അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇത് കൊണ്ടുപോയി, അത് കൊണ്ടുപോയപ്പോൾ തടഞ്ഞില്ല എന്നുള്ളതാണ് ഈ നോട്ടീസിലെ അറസ്റ്റ് നോട്ടീസിലെ പ്രധാനപ്പെട്ട കുറ്റമായി പറയുന്നത്. അത് അദ്ദേഹത്തിന് പേടിയായതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരെല്ലാം ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും കഴിഞ്ഞില്ല എന്നും ആയിക്കൂടെ. 13ാം പ്രതിയാണ് ഈ കേസിൽ കണ്ഠരര് രാജീവർ എന്നോർക്കണം. അത് ഈ സ്വർണ്ണപ്പാളി കേസിൻ്റെ പ്രത്യേകത, സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയ കേസിലാണ് പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറസ്റ്റിലായിരിക്കുന്നു, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ശബരിമലയിലെ വിധി പ്രകാരം ഇത് കൊണ്ടുപോകേണ്ടതാണോ നിങ്ങൾ പരിശോധിച്ചില്ല. ഇതെല്ലാം ആചാരപരമായ കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്കൊരു ഒരു മോറൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഇത് തടയേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് കാര്യങ്ങളും അത്ര വലിയ ഗുരുതരമായ കുറ്റമായി മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വെറും ഡിമാൻഡ് നോട്ടീസാണ്. ഇത് കഴിഞ്ഞ് വിശദമായ അന്വേഷണമുണ്ട്. അന്വേഷണത്തിന് ശേഷം റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് കൈ കിട്ടും അധികം താമസിക്കാതെ. പക്ഷേ അവസാനം കുറ്റപത്രത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ. തൽക്കാലം തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടലാസെ കണ്ടാൽ പക്ഷേ ഈ കടലാസിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം നിങ്ങൾ എഴുതി കൊടുത്തില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അത് വരട്ടെ. പക്ഷേ കോടതി ഈ പുറത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയതിനെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കോടതി എവിടം വരെ പോകും? കോടതി ശബരിമല ബെഞ്ച് വളരെ സീരിയസ് ആയി ദേവസ്വം മാനുവലിൻ്റെ ലംഘനത്തെയാണ് പിടിച്ചിരിക്കുന്നത്. ഓർക്കുന്നുള്ള ഈ കേസ് തുടങ്ങുമ്പോൾ തൊട്ട് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രശാന്തിൻ്റെ ബോർഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ദേവസ്വം മാനുവലിൻ്റെ ലംഘനമാണ്, അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചില്ല, ഇതൊന്നുമില്ലാതെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി, ഇത് 2019 കൊള്ള മറയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇത് പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കോടതി വിധി വരുമ്പോഴും ഈ പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനെ കോടതി പിടിക്കുന്നു ഇതേ കാര്യം പറഞ്ഞുകൊണ്ട്. എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം, എൻ്റെ സംശയം. ദേവസ്വം ബോർഡ് ആചാര ലംഘനം അല്ല, ചട്ടലംഘനം നടത്തിയിട്ടുള്ള, ചട്ടങ്ങളിൽ എന്തെങ്കിലും പാളിച്ചുകൾ വരുത്തിയിട്ടുള്ള എല്ലാത്തിനെയും തൂക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ ഇപ്പോൾ തന്ത്രിയും അറസ്റ്റിലായിരിക്കുന്നത്? തന്ത്രി തടയേണ്ട സമയത്ത് തടഞ്ഞില്ല എന്നത് മാത്രമാണ് തന്ത്രിക്കെതിരായ കുറ്റം. അത് നേരത്തെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമാണെന്ന് പറഞ്ഞ് നിൽക്കുമോ? അല്ല, ഇതെല്ലാം വളരെ ഗൗരവമായ കുഴപ്പമാണെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡിനെയും അവസാനം ചോദ്യമുനയിലേക്കും അറസ്റ്റിലേക്കുമൊക്കെ കൊണ്ടുപോകാനാണോ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT കിട്ടിയിരിക്കുന്ന നിർദ്ദേശം? അതിൻ്റെ ഭാഗമായാണോ തന്ത്രി അറസ്റ്റിലായിരിക്കുന്നത്? അതാണ് എൻ്റെ സംശയം. 1. 2, നമ്മൾ ചർച്ചകൾ പറയുമ്പോൾ നമ്മൾ വിശദമായി പറഞ്ഞിരുന്ന കാര്യം കട്ടളപ്പാളിയോ അതുപോലെ തന്നെ ദ്വാരപാല ശില്പങ്ങളോ അല്ല. പുറകോട്ട് പോയാൽ 2009 മുതൽ തന്ത്രിയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് പുറകം തുടങ്ങാന്നേ. എങ്ങനെയാണ് ശബരിമലയിലെ കൊടിമരം മാറ്റിയത്? എങ്ങനെയാണ് ശബരിമലയിലെ 2 പഞ്ചലോഹ വിഗ്രഹങ്ങൾ, ഒരു പഞ്ചലോഹ വിഗ്രഹം മാറ്റി അത് ഉപയോഗിച്ച് ഉണ്ടായ 2 പഴയ മണികൾ ഉണ്ടായിരുന്നത് അത് മാറ്റിയത്? അത് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഈ സ്വർണ്ണ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം
അതിൻ്റെ കൂടെ നിന്ന് അഷ്ടദിക്പാലകർ ഇതെല്ലാം തന്ത്രി എടുത്തുകൊണ്ടുപോയി തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് തന്ത്രി തന്നെ സമ്മതിച്ചു. തന്ത്രി അതിനുശേഷം തന്ത്രി അത് സമ്മതിച്ചു. അതിനുശേഷം പാനലിസ്റ്റിലായി വന്ന ആളുകൾ അത് മോഷണമാണെന്ന് പറയുകയും ചെയ്തു. അവിടെ വരെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു വലിയ പണ്ടോറ ബോക്സ് തുറക്കുന്നതായിരിക്കും. തൽക്കാലം തന്ത്രി കണ്ടില്ല, നോക്കിയില്ല, ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റെങ്കിലും ചിലപ്പോൾ ശബരിമലയിലെ ഒരു വലിയ വാതിൽ തുറക്കുകയാണ് അത്ഭുതങ്ങളുടെ. പുറകോട്ട് പോയി ഇനിയും വലിയ വലിയ അറസ്റ്റുകളിലേക്കും ശബരിമലയിലെ ദേവൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നയാൾ ചെയ്ത പല കാര്യങ്ങളിലേക്കും ചിലപ്പോൾ കാര്യങ്ങൾ പോകുമോ? കേരളം ഞെട്ടുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞെട്ടി. ഒരു തന്ത്രി അറസ്റ്റിലാകാന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ മോഹൻ്റെ കണ്ടിട്ടുണ്ട്. പക്ഷേ വേറൊരു കേസാണ്. ശബരിമലയ്ക്ക് അകത്തുള്ള ഒരു കൊള്ള എന്ന് പറയുന്നത് ഒരു വളരെ വലിയ അത്ഭുതമാണ്. ചിലപ്പോൾ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ വലിയ കാര്യങ്ങൾ. ശബരിമലയിൽ പുറകോട്ട് പോയി പലതും കുഴിമാന്തി എടുക്കാൻ SITയും കോടതിയും തീരുമാനിച്ചിട്ടുണ്ടോ? നോക്കാം. അപ്രതീക്ഷിത നീക്കമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, ഒടുവിൽ തന്ത്രി സബ് ജയിലിലാണ്. ശബരിമലയിലെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ശബരിമലയിലെ ഒരു തന്ത്രി ജയിലിനുള്ളിലാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ശോഭാ ജോണിൻ്റെ വിഷയത്തിൽ മോഹൻ ഖണ്ഡറാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ അറസ്റ്റിലാകുന്നത്. പിന്നീട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. ഇപ്പോൾ സാക്ഷാൽ രാജീവ് ഖണ്ഡർ സബ് ജയിലിലായിരിക്കുന്നു. അപ്രതീക്ഷിതമായ നീക്കമാണോ? ഉറപ്പായും ഒരുപക്ഷെ ഈ സ്വർണ്ണ കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ SIT സംഘം അത്ര സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം നടത്തിയ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ജിമ്മി നേരത്തെ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയാൽ ഒരു തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു തന്ത്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്, ഒരു പോസ്റ്റാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാവലാളാണ് തന്ത്രി. അപ്പോൾ ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് SIT സംഘം പോയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ വിവരങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിയോടെ തന്നെയാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത പോലെയല്ല തന്ത്രിയുടെ അറസ്റ്റ് എന്നത്. ഏതായാലും നേരത്തെ നമുക്കറിയാം ഈ ശബരിമലയിലെ സ്ത്രീപ്രവേശന കേസിലെ സുപ്രീം കോടതി വിധി വന്നപ്പോഴൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാട് ആചാരപരമായി സ്വീകരിച്ച ഒരു തന്ത്രി കൂടിയാണ് തന്ത്രി രാജീവർ എന്ന് പറയുന്നത്. വേണ്ടി വന്നാൽ ശബരിമല നട അടച്ചിടും എന്നൊക്കെ ശക്തമായ ഒരു പ്രസ്താവന നടത്തുകയും ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് തന്ത്രി രാജീവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തന്ത്രിയാണ് ഇദ്ദേഹം. ആ തന്ത്രി തന്നെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കുന്നതിന് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൗനാനുവാദം എന്ന് പറയുന്നത് സാധാരണ ഒരു ചെറിയ കുറ്റമല്ല. മൗനാനുവാദം എന്ന് പറയുന്നത് ഒരു മോഷണത്തിന് തുല്യമായ കുറ്റം തന്നെയാണ്. ഒരാൾ മോഷ്ടിക്കാൻ വരുന്നു, എന്നാൽ നിങ്ങൾ മോഷ്ടിച്ചോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ആ മോഷണം നടത്തുന്നതിന് തുല്യമായ കുറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ തന്ത്രി രാജീവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇന്ന് വളരെ നിർണായകമായ ഈ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അറസ്റ്റ് ഇവിടം കൊണ്ട് തീരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ഇതിന് പിന്നിലോട്ട് ഈ ഒരു ശബരിമലയിലെ സാഹചര്യങ്ങൾ, എത്രത്തോളം ശബരിമലയിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട്, എത്രത്തോളം ഇതുപോലെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ പിന്നോട്ടുള്ള അന്വേഷണത്തിന് വരെ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ജിമ്മി അതിൻ്റെ ഒരു പട്ടിക തന്നെ നിരത്തിയിരുന്നു. അങ്ങനെ പുറകോട്ട് നോക്കിയാൽ ഒരുപക്ഷെ എന്തൊക്കെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഒരുപക്ഷെ അന്വേഷിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് SIT പോകും, SIT പോകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ തട്ടിപ്പായിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ശബരിമലയിലെ വിഗ്രഹങ്ങൾ പോലും ഇവർ മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ വേണമെങ്കിൽ ഉയരാം. ഇപ്പോഴവിടെയുള്ള ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ ഈ ഒരു സ്വർണ്ണപ്പാളിയൊക്കെ തന്നെ ഇപ്പോൾ ഒറിജിനലാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഈ അറസ്റ്റിന് ശേഷം ഇനി SIT നൽകുന്ന വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ, പിന്നീടായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഈ കേസിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുമുള്ളത്. ഹൈക്കോടതിക്കും ആ ഒരു ശക്തമായ തീരുമാനം തന്നെയുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ കേസിന്റെ ഗതി എത്താൻ പോകുന്നു എന്നതാണ്. അപ്രതീക്ഷിത നീക്കമാണോ
ഇപ്പോൾ നടന്നിരിക്കുന്നത് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. സ്വർണ്ണക്കൊള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് വേണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഈ ശബരിമലയിലെ എന്താ പറയുക തന്ത്രിയെ പോലെ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ ആദ്യം കൊടുക്കുകയാണ് പ്രേക്ഷകരിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ശബരിമലയിലെ വളരെ നിർണായകമായ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിന്റെ റിമാൻഡ് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു. റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്: ഡീറ്റെയിൽഡ് ഗ്രൗണ്ട്സ് ഫോർ ആൻഡ് റീസൺസ് ഫോർ അറസ്റ്റ് എന്നതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ അറസ്റ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മിനിറ്റിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകുന്നു. അറസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ള വിവരം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടരാം ആന്റോ കാസ്ട്രോ. ശബരിമലയിലെ ഈ തന്ത്രിയെ പോലെ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു കീഴ്ശാന്തിയെ ശബരിമലയിൽ വെക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന ദേവസ്വം ബോർഡിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഒരു മാസം മുന്നേ ഈ പറയുന്ന മീറ്റ് പറഞ്ഞതാണ്. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. തന്ത്രിയെ പോലെ ഒരാളാണ് അവരുടെ കീഴ്ശാന്തിനെ താന്ത്രിക വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ് കീഴ്ശാന്തിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ ശബരിമലയിൽ കീഴ്ശാന്തിയായി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തന്ത്രിക്ക് അതിൻ്റെ അകത്ത് കാര്യമായ റോള് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് അന്നേ ചർച്ചകൾ വന്നതാണ്. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആ കാര്യങ്ങൾ കാര്യമായി ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും നാൾ നീണ്ടുപോയത് എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ച് കയ്യിൽ കൊടുത്തുവിടുന്ന സമയത്ത് താന്ത്രിക വിധി അടിസ്ഥാനത്തിൽപ്പെടുത്തിയ ഒരു പൂജയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന റിമാൻഡ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റിമാൻഡ് മെമ്മോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്താണ് അവിടെ ശബരിമലയിൽ നടത്തേണ്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി അതാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആരതാണ്? ഈ പറഞ്ഞ ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തന്ത്രിക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ടല്ലോ ഈ പറഞ്ഞ വാജിവാഹനം അതുപോലെ പിന്നെ നമ്മുടെ കൊടിമരത്തിന് താഴെയുള്ള വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങളെല്ലാം ശരിക്കും എവിടെയാണ് ഇരിക്കേണ്ടത്? ആറന്മുളയിലെ പിന്നെ സ്ട്രോങ് റൂമിൽ ഇരിക്കേണ്ട സാധനമാണ്. അതിരിക്കുന്നത് പറഞ്ഞ രാജീവ് കണ്ഠരുടെ വീട്ടിലാണ്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആർക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ശബരിമലയിൽ തന്ത്രിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നേരത്തെ ജിമ്മി സാർ പറഞ്ഞ പോലെ കേരള സർക്കാരായിരുന്നെങ്കിൽ അത് ചെയ്യാൻ കഴിയുണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമായി പല ഇടപെടലുകൾ ആ സ്ഥലത്ത് വരും. അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇരുന്ന കോൺഗ്രസ് ആണ് ഭരണത്തിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റിയത്? ഈ പറയുന്ന ആരും ചോദിക്കാനില്ല. അതിനകത്ത് ചോദിക്കാൻ ആരേ ഉള്ളൂ? കോടതി മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷണം നടത്തുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പോയത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അന്വേഷണം ഈ രീതിയിൽ പോകുമെന്നുള്ളത് ആർക്കും അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുപോലെ ഒരു അന്വേഷണം ഇങ്ങനെ നടന്നതുകൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയതെന്നുള്ളതാണ്. അപ്പം രാജീവ് കണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കുറേ കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഈ താന്ത്രികമായി എന്തൊക്കെ കാര്യങ്ങൾ ശബരിമലയിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റും, ഇതെല്ലാം IPCയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ പൂജകളും പിന്നെ IPC നോക്കിയിട്ട് നടത്താൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുകയാണ് ഈ സ്വർണ്ണപ്പാളി നടത്തിക്കൊണ്ട് പോകുന്നത് അവിടെ പൂജ നടത്തണ്ട എന്ന് തന്ത്രി പറഞ്ഞാൽ പൂജ നടത്തണ്ട എന്നുള്ളതാണ്. പക്ഷേ അത് ദേവസ്വം ബോർഡിനെ കയറിയിട്ട് പൂജ നടത്തണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എല്ലാ പൂജകൾക്കും നേതൃത്വം നൽകുന്നത് തന്ത്രിയാണ്. നമ്മുടെ മേൽശാന്തിക്ക് കാര്യങ്ങൾ പറയാൻ പിന്നെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകി കൊടുക്കുന്നത് തന്ത്രിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും തന്ത്രി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് കയറി ദേവസ്വം ബോർഡ് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് ഏത് രീതിയിൽ കോടതിയിൽ പ്രതിഫലിക്കുന്നു? ഇപ്പോൾ രാജീവ് കണ്ഠരുടെ വക്കീലതാണ്, തന്ത്രിയുടെ വക്കീലതാണ് പറയുന്നത് ഇതെല്ലാം പിന്നെ നിയമത്തിന് പുറത്താണ്. കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നേരിട്ട് തന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഇല്ലാതെ SIT അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം SIT വളരെ ഈ കാര്യങ്ങളെല്ലാം കാരണം കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വലിയ രീതിയിൽ പിന്നെ രാഷ്ട്രീയമായി ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് SIT അറസ്റ്റ് നടത്തണമെങ്കിൽ ഇതിനകത്ത് കാര്യമായ തെളിവുകൾ ഇല്ലാതെ നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്രതീക്ഷിത നീക്കമോ എന്നുള്ളതാണ് ചോദ്യം. അപ്രതീക്ഷിത നീക്കമേ അല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം
ആഴ്ചകൾക്ക് മുമ്പ് ഇതേ മീറ്റ് ദി എഡിറ്റേഴ്സിൽ എങ്ങനെയാണ് ഈ ദൈവതുല്യൻ എന്നുള്ളത് കടകംപള്ളി അല്ല, പകരം എങ്ങനെയാണ് ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ദൈവതുല്യനായ പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരുപക്ഷെ ഈ കേസിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണമായി അന്ന് ഞാൻ പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല, വാജിവാഹനമടക്കമുള്ള വിഷയത്തിലും തന്ത്രിയുടെ നീക്കം ദുരൂഹമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്. അതിലൊന്ന് ഇപ്പോൾ ഈ പറയുന്ന അറസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തോന്നും മൗനാനുവാദം നൽകുന്നത് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ മൗനാനുവാദം നൽകുന്നു എന്നത് മാത്രമല്ല, തന്നിൽ അർപ്പിതമായിരിക്കുന്ന ഒരു കർത്തവ്യം ചെയ്യാതെ, ദേവസ്വം ബോർഡിനെ അലേർട്ട് ചെയ്യാതെ അവിടെ മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ശബരിമലയിലെ തന്ത്രിക്ക് ദിവസം 1500 രൂപ മറ്റെയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം, ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ദക്ഷിണയാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചോ നമ്മൾ അന്വേഷിച്ചാൽ വലിയ സാമ്പത്തിക സ്വത്തുള്ള ഒരു സംവിധാനം ഇവർക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമലയിലെ ഈ താഴ്വൺ കൺട്രി കുടുംബം ഇത് ആദ്യമായിട്ടല്ലല്ലോ വിവാദത്തിൽപ്പെടുന്നത്. 1 കോടി രൂപയാണെന്ന് ഗുപ്തന്, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഗുപ്തന് അന്നത്തെ മോഹൻ കൺട്രി വാഗ്ദാനം ചെയ്തത്. എന്തിനാണെന്നറിയാമോ? ശോഭാ ജോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ബ്ലാക്ക് മെയിൽ കേസിൽ നിന്ന് ഊരിപ്പോരുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, വീണ്ടും ഒരിക്കൽ കൂടി ആ താന്ത്രി സ്ഥാനം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈക്കൂലിയായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ഈ ഗുപ്തൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഡൂബിയസ് ആയ ചില സാഹചര്യങ്ങളുണ്ട്. ഞാനിത് കോട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. അഴിമുഖത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് മോഹൻ കണ്ട്രിക്കെതിരെ. 41 ലക്ഷം രൂപ തന്നെ പറ്റിച്ചു ഈ മോഹൻ കണ്ട്രി എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ തന്ത്രിയായി അവിടെ തുടരേണ്ടിയിരുന്നയാളാണ്. അദ്ദേഹം തുടർന്നിരുന്നെങ്കിൽ രാജീവ് കണ്ട്രി അവിടെ തന്ത്രിയായിട്ട് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജനാണ് രാജീവ് കണ്ട്രി. ഇപ്പോൾ മഹേഷ് മോഹൻ കണ്ട്രാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദിവസം 1500 രൂപ ശമ്പളമുള്ള, അതിനേക്കാൾ ഏറെ വിശ്വാസമൂല്യമുള്ള ഒരു പദവിയാണ് തന്ത്രിയുടേത് എന്നുള്ളത്. ആ തന്ത്രിക്ക് അവിടെ ദേവസ്വം മാനുവൽ പ്രകാരം അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയാണോ? ചോദ്യം നമ്പർ 3, അദ്ദേഹം സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് നടന്ന ചില ഇടപാടുകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ദുരൂഹമാണോ? ഈ 3 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. നിലവിൽ ഇതിനെക്കുറിച്ച് സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് ഈ പ്രഭാമണ്ഡലത്തിലും കട്ടളപ്പാളിയിലും വ്യാളി രൂപങ്ങളിലും സ്വർണം പതിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിവും ബോധ്യവുമുള്ള ആളാണ് 13ാം പ്രതിയായിരിക്കുന്ന ഈ രാജീവ് കണ്ട്രി. മാനുവൽ വോളിയം 14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി, അതായത് ഈ സമയം നടക്കുന്ന സമയത്ത് ഈ തന്ത്രി പദവി വഹിച്ചിരുന്ന രാജീവ് കണ്ഠര് ഈ സമയത്ത് ഈ പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ ദേവൻ്റെ അനുജ്ഞ വാങ്ങേണ്ടിയിരുന്നു. ദേവൻ്റെ അനുജ്ഞ വാങ്ങിയില്ല. അവിടെ ഒരു ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നത് നേരിട്ടറിയാമായിരുന്ന ഈ തന്ത്രി ആ വിവരം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫിൻ്റെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ ആ പദവി മാത്രമുള്ള തന്ത്രി വിശ്വാസത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രവിധി പ്രകാരം ദേവൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി ആചാരപ്രകാരം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുകയും ആ ആചാരലംഘനം നടന്നു എന്നുള്ള വിവരം ദേവസ്വം ബോർഡിനെ അറിയിക്കാതിരിക്കുകയും ചെയ്തത് ആണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ അർപ്പിതമായിരുന്ന ഒരു കർത്തവ്യം അദ്ദേഹം ചെയ്യാതെ പോയി. അത് വളരെ ക്ലിയറാണ്. ഇത് പീനൽ ഒഫൻസ് ആകുമോ എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു ഒഫൻസ് ആകുമോ എന്നുള്ളതാണ്. നേരിട്ടത് ഒഫൻസ് ആവില്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവിടെയാണ് അറസ്റ്റ് മെമ്മോയുടെ അവസാന ഭാഗത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റകരമായ ഈ മൗനാനുവാദം യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം കിട്ടാതെ പോയതിൻ്റെ കാരണവും അത് തന്നെയാണ്. 18/5/2019 ദേവസ്വം മഹസൂർ തയ്യാറാക്കിയ സമയത്തും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ സമയത്ത് അദ്ദേഹം തടസ്സം പറഞ്ഞിട്ടില്ല. കട്ടളപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് മഹസർ എഴുതുമ്പോൾ തടസ്സം പറഞ്ഞിട്ടില്ല. ദേവസ്വം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റു ചില മഹസറുകളിൽ തടസ്സം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കട്ടളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സം പറഞ്ഞിട്ടില്ല. ആ സമയത്തുണ്ടായിരുന്നിട്ടും മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അറസ്റ്റ് മെമ്മോ പ്രകാരം പറയുന്നത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര അന്യായമായ ലാഭം 1-9 പ്രതികൾക്ക്, അതായത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അന്യായമായ ലാഭമുണ്ടാവുകയും ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗൂഢാലോചനയിൽ വരും. ആ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ത് സംഭവിച്ചു? ഒന്ന്, പ്രതികൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കി, ദേവസ്വം ബോർഡിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഈ രണ്ട് കാര്യങ്ങൾ, ഇതേ കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. പത്മകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ തന്ത്രി രാജീവ് കണ്ഠരും ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ മിനിറ്റ്സിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പത്മകുമാർ എന്നുള്ളത്. പക്ഷേ വിജയകുമാർ അത് ചെയ്തിട്ടില്ല, ശങ്കർദാസ് അത് ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്തിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് എഴുതിയിരിക്കുന്നത് ആവട്ടെ മുരാരി ബാബുവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിത്തള എന്നത് മാറ്റി ചെമ്പന്താക്കി മാറ്റി. അതും ആ പ്രകാരം നിൽക്കില്ല. അപ്പോൾ രാജീവ് കണ്ഠര് ശിക്ഷിക്കപ്പെട്ടാൽ പത്മകുമാറും ശിക്ഷിക്കപ്പെടും, പത്മകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ രാജീവ് കണ്ഠരും നിൽക്കും. കാരണം രണ്ടുപേരുടെയും നിലവിൽ ഉള്ളത് അന്യായമായിട്ടുള്ള ലാഭം പ്രതികൾക്കുണ്ടാക്കി, ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ ഗൂഢാലോചനയിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ പത്മകുമാർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിലുമില്ല. നിലവിൽ രാജീവ് കണ്ഠരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഈ റിപ്പോർട്ടിലും പറയുന്നില്ല. ഒന്നാം പ്രതി 9ാം പ്രതി എന്ന് പറയുമ്പോഴേ ഈ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ നടത്തി പ്രശ്നം. അതാണ് പ്രശ്നം. ഇനി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി രണ്ടുപേരെ ഇപ്പോൾ നിലവിലത്തെ SIT-യുടെ ഈ റിപ്പോർട്ട് പ്രകാരമുള്ളൂ. അത് 1ാം പ്രതിയും 9ാം പ്രതിയുമാണ്. ഇതാണ് ഇതിലെ വസ്തുത. അപ്പോൾ ഈ അന്വേഷണം എവിടെയാണ് പോയി നിൽക്കുന്നത്? ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ആ ഇമ്പാക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഇത് സ്വർണ്ണക്കൊള്ളയിൽ മാത്രം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കിക്കോളൂ, 13ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് വിജിലൻസ് കോടതിയിൽ SIT കൊടുക്കാൻ പോകുന്ന ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ വാജിവാഹനം അടക്കമുള്ള വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. 2009 മുതലുള്ള ഇടപെടലുകൾ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 98 മുതലുള്ള ഇടപെടലുകൾ അന്വേഷിക്കണം, സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മാറ്റങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴോ 98 മുതൽ അന്വേഷിക്കുന്ന സമയത്ത് 2 തവണ തുടർച്ചയായിട്ട് തന്ത്രിയായ രാജീവ് കണ്ഠരുടെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഇടപെടലുകൾ അന്വേഷിക്കപ്പെടും. ആ സമയത്ത് അവിടെ സ്വർണം പൂശിയതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കപ്പെടും. അവിടെ വരുമ്പോൾ വാജിവാഹനം നിശ്ചയമായും ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് വാജിവാഹനം? ശബരിമലയിലെ അയ്യപ്പന്റെ വാഹനമാണ്. അത് കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. ആ കൊടിമരം മാറ്റുന്ന സമയത്ത്, പൂശുന്ന സമയത്ത്, വാജിവാഹനം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വാജിവാഹനം സാധാരണ രീതിയിൽ ഒരു വിഗ്രഹത്തിന്റെ സ്വഭാവമാണ്. ആ വിഗ്രഹം ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ ദേവസ്വം ബോർഡിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നതാണ് പതിവ്. നമ്മളുടെ മുന്നിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇരാറ്റുപേട്ടയിൽ തൃണനാടിലുള്ളൊരു ക്ഷേത്രത്തിലും തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ഈ വിഗ്രഹങ്ങൾ തിരികെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ച ചരിത്രമുണ്ട്. പക്ഷേ ശബരിമലയിലെ വാജിവാഹനം നോക്കൂ. ശബരിമലയിലെ വാജിവാഹനത്തിന്റെ പ്രാധാന്യം അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത്, കൊടിയേറ്റ് കഴിഞ്ഞ് ആറാട്ട് വരെയുള്ള സമയത്ത് അയ്യപ്പൻ ശബരിമലയിലെ സന്നിധാനത്തിന്റെ ഉള്ളിൽ, ഈ ശ്രീകോവിലുള്ളിലല്ല, പകരം ഈ വാജിവാഹനത്തിന് മുകളിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ദേവനിരുന്ന, അയ്യപ്പനിരുന്ന വാജിവാഹനത്തിന്റെ മൂല്യം അതിന്റെ ഇറിഡിയമോ അതിന്റെ സ്വർണമോ അല്ല, പകരം അയ്യപ്പനിരുന്ന വാഹനമാണ്. ആ വാഹനത്തിന്റെ മൂല്യം കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വാജിവാഹനമാണ്. ആ വാജിവാഹനം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കൊടുക്കാതെ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അന്നത്തെ അഭിഭാഷക കമ്മീഷണറായി ചേർന്ന് അതെ, അത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. തന്ത്രിയിലേക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇതിനെതിരായിട്ടാണ് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. തന്ത്രവിധി പ്രകാരമാണെങ്കിലും ശരി, വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി, പറയുന്നൊരു കാര്യമുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിലാണ് കേടുപാടുകൾ സംഭവിക്കുന്നതെങ്കിൽ അത് അഗ്നിക്ക് സമർപ്പിക്കണമെന്നും, ശില കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹമാണ് അതിൽ കേടുപാടുകൾ സംഭവിക്കുന്നതെങ്കിൽ അഗാധമായ ജലാശയത്തിൽ വീണ്ടും കണ്ടെടുക്കാനാവാത്ത വിധം നിമജ്ജനം ചെയ്യണമെന്നും, ലോഹനിർമ്മിതമാണെങ്കിലോ ക്ഷേത്രത്തിൽ അത് പന്തളം വലിയ രാജ ആണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഊരാമയുള്ളത് അവകാശപ്പെട്ടത് അവർക്കാണെന്ന് തോന്നുന്നു. ഇത് ഈ പന്തളം കൊട്ടാരത്തിന്റെ കയ്യിൽ നിന്ന് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുകയോ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഗോളകമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീബലി വിഗ്രഹമോ ഒക്കെതിരെ മാറ്റേണ്ടതിന് പകരം അതെന്തുകൊണ്ടാണ് ഈ തന്ത്രി കൊണ്ടുപോയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. വിവാദമാവുന്ന സമയത്ത് തന്ത്രി പറഞ്ഞു, ഞാനത് തിരിച്ചു തന്നേക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. ഇതൊക്കെ വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ക്ലാരിറ്റി ഇനി വരാനുണ്ട്. ഒന്ന്, വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾ ഈ തന്ത്രി രാജീവ് കണ്ഠരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് ചർച്ചയാകുമോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? 3, അദ്ദേഹത്തിന്റെ കൃത്യവിലോപം നടന്നിട്ടുണ്ടോ? കൃത്യവിലോപമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. തടസ്സ ഹർജി അദ്ദേഹം മഹസറിൽ തടസ്സം എഴുതിയിട്ടുമില്ല. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ 2 പൊളിറ്റിക്കൽ ഇമ്പാക്ട്. നമ്പർ 1, ഈ കേസിൽ ഇനി പാലടിപ്പാട്ടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം തന്ത്രി രാജീവ് കണ്ഠര് പോറ്റിയെ കയറ്റിയ സഖാവല്ല.
പോറ്റിയെ കയറ്റിയത് തന്ത്രി കണ്ഠ രാജീവനാണെങ്കിൽ കണ്ഠ രാജീവന് തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ മാത്രമല്ല ബാംഗ്ലൂരിലായിരുന്ന സമയത്തും ഈ പോറ്റിയെ അറിയാമെന്ന് പറയുന്നുണ്ട്. അതായത് ശ്രീരാമപുര ക്ഷേത്രത്തിൽ ഈ പോറ്റിയെ കയറ്റിയതും അതിനുശേഷം ശബരിമലയിൽ കീഴ്ശാന്തിക്കാരനായിട്ട് കൊണ്ടുവരുന്നതും, കീഴ്ശാന്തി എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ ആ രീതിയിലുള്ള നിയമനമേ അല്ല എന്നുള്ളതാണ്. ഒരു പരികർമ്മിയായിട്ട് അവിടെ വരിക, അവിടെ കാര്യങ്ങളൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കി ഇടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജോലി. തന്ത്രവിദ്യ പ്രകാരം പാസ്സായിട്ട് വരുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് പിന്നീട് മേൽശാന്തിയാക്കാമെന്ന വാഗ്ദാനം നൽകിയാണോ എന്ന ചർച്ചകളൊക്കെ പരിസരത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായിട്ട് അറിയാവുന്നയാളാണ്. തന്റെ കുടുംബത്തിൽ നടന്ന കല്യാണത്തിന് പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചയാളാണ് രാജീവ് കണ്ഠർ. സഹോദരനായ മോഹൻ കണ്ഠരുടെ മകൻ മഹേഷ് കണ്ഠർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമാണ് പൂജയ്ക്ക് പോയത്. ഇപ്പോൾ അവിടുത്തെ തന്ത്രിയാണ്. എന്താ കാര്യം? എവിടെ പോയത്? റോദം ജുവലറി പോയി. ഏതാ ഈ റോദം ജുവലറി? ഗോവർദ്ധന്റെ ജുവലറി. ഈ കേസിലെ 1ഉം 9ഉം പ്രതിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. അവിടെയാണ് ഈ കേസിന്റെ ട്വിസ്റ്റിന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ്, അല്ലെങ്കിൽ സ്വർണം കെട്ടത് സഖാക്കളാണ് എന്നൊരു രാഷ്ട്രീയ വിമർശനം, എന്നൊരു പാരഡി ഗാനത്തിന്റെ രാഷ്ട്രീയം നിലനിൽക്കില്ല. കാര്യം ഇതിൽ ഏറ്റവും നിർണായക പാരഡി ഗാനം അതേപടി നിൽക്കില്ല. പകരം ആ പാരഡി ഗാനത്തെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനുകൂടെ തന്ത്രിയുടെ പേര് കൂടി ചേർക്കേണ്ടി വരും. തന്ത്രിയുടെ പേര് ചേർക്കുമ്പോൾ മറുഭാഗത്ത് പറയുന്നത് ഈ ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജൻപദിലേക്ക് പോയിട്ടുണ്ട്, ആ ജൻപദിലേക്ക് കയറ്റിയത് ആരാണ് എന്നൊരു വരിയും കൂടി ചേർത്താൽ അത് സമ്പൂർണ്ണമാവും. ചുരുക്കത്തിൽ പാരഡിപ്പാട്ടിൽ വരുത്തേണ്ട 2 എഡിറ്റുകൾ. സഖാക്കൾ അവിടെ കിടന്നോട്ടെ, കാരണം ഇപ്പോൾ അവിടെ പ്രതിയായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ കിടപ്പുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷെ അതോടൊപ്പം തന്ത്രിയുടെ പേര് കൂടി ചേർക്കേണ്ടി വരും. ഒപ്പം തന്നെ ജൻപദിലേക്ക് കയറ്റിയവരെ കുറിച്ച് കൂടി ആ പാരഡിപ്പാട്ടിലുണ്ടെങ്കിൽ ആ പാരഡിപ്പാട്ട് ഏറെക്കുറെ വസ്തുതാപരമായിരിക്കും. പക്ഷേ സ്വർണം കെട്ടത് ഇത് ആരാണ് എന്നുള്ളത് ഈ ഘട്ടത്തിലും തെളിഞ്ഞിട്ടില്ല. ഒറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുമായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഈ ഇടതുപക്ഷ സർക്കാരല്ല ഭരിച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളിൽ എത്ര പേർ കരുതുന്നുണ്ട്? ഞാൻ കരുതുന്നില്ല. ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു 2018 അറസ്റ്റ് ചെയ്യുമ്പോൾ അന്ന് ഉയർന്ന ചർച്ചകളിൽ തന്നെ ഞാൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പല രീതിയിലും സ്വാധീനിക്കപ്പെടാവുന്ന കേസാണ്. കേരളത്തിലെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ കേസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് ഈ കോടതിയുടെ മേൽനോട്ടത്തിലല്ലെങ്കിൽ ഇതിലൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ഭയന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം വെറുതെ വിടുകയും ചെയ്തു. അതിൻ്റെ പേരിൽ സർക്കാർ പിന്നീട് പഴി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ സർക്കാരിന് പഴി കേൾക്കാൻ ഒന്നും തന്നെ ഇല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT ആണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ തന്ത്രി രാജീവ് അതുകൊണ്ടല്ല ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമല തകർക്കാനുള്ള ഒരു ആംഗിൾ അത് പറഞ്ഞു കളഞ്ഞു. ഇത് ഇപ്പൊ സർക്കാർ ഇതിൽ സമ്മർദ്ദത്തിലല്ലാത്തതിന്റെ കാരണം എന്താണ്? അറസ്റ്റ് ചെയ്തിരിക്കുന്ന SIT ആണ്. SITയുടെ മേൽനോട്ടം ഹൈക്കോടതിയുടെ സർക്കാർ ചെയ്തെങ്കിൽ ആദ്യം പറയാൻ പോകുന്നത് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പോകണമെന്ന് പറയും. അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അതുകൊണ്ട് സർക്കാരിന്റെ മേൽ സമ്മർദ്ദമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ചോദിച്ചു. സുനിൽ എന്തോ പറയാൻ വന്നു. സുനിൽ, അല്ല, ഇത് സർക്കാരാണ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത്. എക്സാക്ട്ലി. അതുകൊണ്ട് അപ്രതീക്ഷിത നീക്കമൊന്നുമല്ല, ഇത് പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ്. അത് സംഭവിച്ചു. ഇനി 6 ആഴ്ച കൂടിയുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്രതീക്ഷിത നീക്കമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.